Ay, vaya. Hello guys. വീഴുവാടാ. ഹലോ ഗൈസ്. ഹായ്, ഇറ്റ്സ് മീ ശൃംഗ ശിവദാസ്. ഹായ് അദ്വൈത. ഹായ് ഡോ ഹാബി, ഐ ലൈക്ക് യു, താങ്ക് യു. ഹായ് ഐഷു. ഹായ് ഗായത്രി തമ്പി. ഓയ് ഹായ്. എല്ലാവർക്കും കുറേ നാളുകൾക്ക് ശേഷമുള്ള എടാ എൻ്റെ മുടിയൊക്കെ ഇങ്ങനെ ചട്ടി വെച്ചതാ. ഇതെന്താ ചട്ടി വെച്ചതാ? ശരി ഗൈസ്, ഇതൊക്കെയാണ് പുതിയൊരു സ്റ്റൈൽ പരീക്ഷിച്ചതാണ്. നിങ്ങൾ സ്വീകരിക്കുമെന്ന് കരുതുന്നു. അതെ അതെ. ഹലോ നന്ദു റിനിയാക്. ഹായ് ഹായ് ഹായ്. കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ഗൈസ്? അജ്മൽ എന്ന സജു. ഹായ്. അയ്യോ സ്റ്റക്ക്. കൗച്ച് പൊട്ടാറ്റോ. ഹായ്. ശബ്ദം കേൾക്കുന്നുണ്ടോ ഗൈസ്? മെർലിൻ ഫിലിപ്പ്. അലോയ്. ഹായ്. സ്പാർക്കിൾ ഡോൾ. ഹായ് ചേട്ടാ. ഹായ്. അയ്യോ പോയി. അയ്യോ പോയി. നീതുമോൾ ഫാൻസിനൊന്നും ഇവിടെ സ്ഥാനമില്ല. വിട്ടോ വിട്ടോ, പൊക്കോ പൊക്കോ. ഗുഡ് ഹെയർ സ്റ്റൈൽ. ഗുഡ് ഹെയർ സ്റ്റൈലാ? താങ്ക് യു ബ്രോ, താങ്ക് യു. അതെ, നല്ല ഹെയർ സ്റ്റൈലാണ് ഗൈസ്. ഇത് താണ് വെച്ച പോലെ ഉണ്ടല്ലേ. ഹലോ ചേട്ടാ. ഹായ് ഹായ്. എന്തുണ്ട് വിശേഷം? സുഖം തന്നെ ഗൈസ്, സുഖം തന്നെ. നാപ്പൂസ് എവിടെയായിരുന്നു? ഇവിടെ ഒക്കെ തന്നെ ഉണ്ട്, പക്ഷെ കുറച്ച് ബിസി ആയിരുന്നു. പിന്നെ ഡെൽന. എത്ര? 150 ഡെൽന മേരി. ഹായ്. ഇറ്റ്സ് മീ ശൃംഗസ്. സുഖമാണോ ചേട്ടാ? സുഖമാണ്. കേൾക്കുന്നുണ്ട്. അപ്പോൾ കുഴപ്പമില്ല. മാഷുണ്ടല്ലോ കൂടെയും. മാഷുണ്ടല്ലോ. ഇത് മറ്റേ ഇന്റർവ്യൂല് അതുണ്ടോടാ? ഇന്റർവ്യൂല് ഉണ്ടോ? അത് പറയുന്നുണ്ടോ? അതെവിടുന്ന് കിട്ടിയ മാഷ്? മാഷും ഉണ്ടല്ലോ കൂടെ. ടീന. ഇറ്റ്സ് മീ ടീന. അത് ഇന്റർവ്യൂവിന് പോയപ്പം ഇവനോട് ചോദിച്ചു എന്റെ മാഷാണോ? അതെങ്ങനെ കിട്ടി? നിങ്ങൾക്ക് എങ്ങനെ കിട്ടി? എവിടുന്ന് കിട്ടി? ബിഫോർ സൺസെറ്റ്. ഓക്കെ. ബിജിനേട്ട കാണാൻ നല്ല ക്യൂട്ടാണ്. അത് ഫിൽറ്റർ. ഇത് ഫിൽറ്റർ. അത് ക്യൂട്ട്നെസ് ഫിൽറ്റർ. ഫിൽറ്റർ അല്ല, ക്യൂട്ട്നെസ് അല്ല. അത് എന്ത്? ഏത് ഫിൽറ്റർ? ഹോട്ട്നെസ്. ഓക്കെ. നീതു ചേച്ചി ഇല്ലാത്ത ഒരു പരിപാടി ഇല്ല. ഇല്ല. നീതു ഫാൻസ് ഇവിടെ ഒരു പരിപാടിയും വേണ്ട. ഇത് ബിജിന്റെ കോട്ട. എന്താ പരിപാടി? ചുമ്മാ ഒരു ലൈവ്, വെറുതെ ഒരു ലൈവ്, കുറെ നാളുകൾക്ക് ശേഷമുള്ള ഒരു ലൈവ്. നീതുമോൾ ഫാൻസിന് ഇവിടെ ഒരു ഇതും ഇല്ല. വിട്ടോ എടാ, വിട്ടോന്ന് പറഞ്ഞപ്പോ 80 എടാ പോണ്ട. ആരും എടാ വിട്ടോന്ന് പറഞ്ഞപ്പോ പോയിടാ. നിങ്ങള് ഞാൻ തമാശക്ക് പറഞ്ഞു, സീരിയസ് ആക്കി എടുക്കല്ലേ. നോക്കട്ടെ കമന്റ്സ് നോക്കട്ടെ. ഞാൻ നോക്കട്ടെ ഇവിടെ. ഐഷു. സുഖമാണോ ചേട്ടാ? ഐഷു. ഹായ് ഐഷു. ഹായ്. സുഖമാണ്. എവിടാ? വീട്ടിലാണോ? അല്ല, ഞങ്ങള് വീട്ടിലല്ല. സൗണ്ട് പൊളിയാണ്. താങ്ക് യു. മീവൽ. ഹായ്, താങ്ക് യു. ഡൈ ഫോർ യു. ഒരു ഹായ്. ഹായ് ഡൈ ഫോർ യു. ക്രിസ്റ്റി മറിയ ബേബിയെ
നമ്മളെയൊക്കെ അറിയും. ഇല്ല, നിന്നെ അറിയില്ല, അതെന്റെ ഫ്രണ്ടാ. നിന്നെ അറിയില്ല, തീരെ അറിയില്ല ഇട്ടോ. എടാ എടാ നീതുമോൾ ഫാൻസ് സോറി പറഞ്ഞപ്പോ കൂടി, വീണ്ടും കൂടി. നീതുമോൾ ഫാൻസ് എല്ലാരും തിരിച്ചു വരേണ്ടതാണ്, നിങ്ങളെ ഞാൻ ഒഴിവാക്കിയിട്ടില്ല. എന്ത് മൈൻഡ് ഇല്ലാത്തന്നോ? മീനാസി മൈൻഡ് ഉണ്ടല്ലോ. നിങ്ങൾ ബ്രദർ സിസ്റ്റർ അല്ലായിരുന്നല്ലേ? ഇന്റർവ്യൂ ഉണ്ട്, എല്ലാരും ഇന്റർവ്യൂ ആണ് കേട്ടാ. അത്ര ഫണ്ടൊന്നും അല്ല, എന്നാലും ഇന്റർവ്യൂ കാണാൻ ശ്രമിക്കണം. ഓക്കെ, വെറൈറ്റി മീഡിയയില് ഇന്റർവ്യൂ ഉണ്ട്. ആ ഫണ്ണാണ് ബ്രോ. അല്ല ഫണ്ട് അത്ര ഫണ്ടില്ല ബ്രോ, എന്നാലും ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഫണ്ണാക്കാൻ, നാച്ചുറലായിട്ടുള്ള ഫണ്ണാക്കാൻ എല്ലാരും വെറൈറ്റി മീഡിയ എടുത്തു നോക്കണം കേട്ടോ. പിന്നെ വേറെ വരുന്നുണ്ട്, ഒന്നും കൂടി ഉണ്ട്. അത് വരണത്രേ, വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ പറയാം. നീതുവിനെ ആഡാക്കോ ഗൈസ്? അത് കുറച്ച് ബിസിയാണ് പുള്ളിക്കാരി, വരും. പണ്ടത്തെ ഗുരു തന്നെ, ആദം മിഥുൻ. താങ്ക് യു ബ്രോ, താങ്ക് യു. എന്റെ പണ്ട് മുതലുള്ള ഫാൻസ് അല്ല, ഫ്രണ്ട്സ്. അങ്ങനെ വേണം, സിംപ്ലിസിറ്റിയാണ്. ഞാൻ നിങ്ങളെ ഫാൻസ് ആയിട്ട് കാണുന്നില്ല, എല്ലാം എന്റെ ഗുരുയുടെ ശിഷ്യനെ കാണാറില്ലല്ലോ. ശിഷ്യൻ ഇവിടൊക്കെ ഉണ്ട് ബ്രോ. ആദമിഥുൻ. അതെ, അവൻ അതെ, എനിക്കറിയാം പുള്ളി, എനിക്കറിയാം. റഫ ബിൻ ഒരു ഹായ് പറയോ? ഹായ് ഹായ് ഹായ്. സൂര്യ കെ വി ഹായ്. ഇന്റർവ്യൂ കണ്ടു, വെറൈറ്റി മീഡിയയുടെ ഉണ്ട്. പിന്നെ വേറൊരു ചാനലിൽ ഒന്നും കൂടി വരുന്നുണ്ട് ഗൈസ്. അത് അവര് ഒഫീഷ്യലായിട്ട് ഇട്ട് കഴിഞ്ഞിട്ടേ പറയാൻ പറ്റൂ. ലിങ്ക് ഇടാം. ഞാൻ ബിജിൻ ഫാനാണ്. സ്പാർക്കൽ ഡോർ. ഞാൻ നിന്റെ ഫാനാടി. താങ്ക് യു. നിന്റെ ഫ്ലെക്സ് ഞാൻ അടിക്കും. മെമ്പർഷിപ്പ് കാർഡ് വരെ. ആ ഫോട്ടോ ഞാൻ വീട്ടിൽ നോക്കും. ഇന്റർവ്യൂ ഫണ്ണായിരുന്നല്ലോ. അരിപ്പൊടി കഴുകിക്കളയാൻ എത്ര ടൈം എടുത്തു ബ്രോ? ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഞാൻ ഇന്റർവ്യൂ കണ്ടില്ല, എന്നാലും ഞാൻ പറയാം. ഞാനല്ലേ ഫസ്റ്റ് പറഞ്ഞത് പാട്ട്? ഞാനല്ലേടാ ഫസ്റ്റ് പറഞ്ഞ പാട്ട്? പറ പറ പറ, ഞാനല്ലേ ഫസ്റ്റ് പറഞ്ഞ? സംഭവം എന്താന്ന് വെച്ചാല്, നീതുമോള് പറഞ്ഞപ്പോഴാ അവര് നീതുമോള് ജയിച്ചു എന്ന് പറഞ്ഞത്. ഞാനാ ഫസ്റ്റ് പറഞ്ഞത് പാട്ട്. നീതുമോള് തോക്കണ്ടതായിരുന്നു. ഞാനല്ലേ? ഇപ്പൊ ഇന്റർവ്യൂ കണ്ടേ ഉള്ളൂ. താങ്ക് യു ബ്രോ, താങ്ക് യു. അയ്യോ നടുവേന എടുക്കുന്നേ, അയ്യോ വയസ്സായ നടുവേന എടുക്കുന്നേ ഗൈസ്. ഇത് ഞാൻ കുറച്ച് മേളിലോട്ട് എടുത്ത് വെച്ചിട്ടാ ഉള്ളെ. നീതുമോളുടെ കൂട്ടുകാരിയുടെ സൗണ്ട് ഒന്ന് ആ, അത് എന്റെ വേറൊരു കൂട്ടുകാരിയാണ് ഗൈസ്. ഇങ്ങോട്ട് വേണ്ട. ഡയലോഗ് പറയടാ. ഞാൻ പറയാം. താങ്ക് യു താങ്ക് യു താങ്ക് യു. ശ്രീത്തിനെ ആഡ് ചെയ്യുന്നു. ശ്രീത്തൊക്കെ ബിസിയാണ് ബ്രോ. പിങ്കിയുടെ വോയിസ് പറയൂ, വോയിസിൽ പറയും. ഡയലോഗ് പറ. ഡയലോഗ് ഞാൻ മറന്നുപോയി ഗൈസ്. നിങ്ങളെ ഇന്റർവ്യൂല് എന്റെ ഡബ് സ്മാഷ് ഉണ്ടായിരുന്നു. ഇൻട്രോവേർട്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഇൻട്രോവേർട്ടാണ്, പക്ക ഇൻട്രോവേർട്ടാണ് ഞാൻ. സംഭവം ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇൻട്രോവേർട്ടാണ്, പക്ഷെ ഞാൻ ആളുകളോട് മിണ്ടി കഴിയുമ്പോൾ ഞാൻ അത് എക്സ്ട്രോവേർട്ടിലോട്ട് മാറും. അതെന്റെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്നതാണ് ഗൈസ്. അതിനെയാണോ നിങ്ങളുടെ നാട്ടിൽ ഇൻട്രോവേർട്ട് എന്ന് പറയുന്നത്? എനിക്കറിയില്ല, ഞാൻ ആ വാക്ക് എവിടുന്നോ കേട്ട് പഠിച്ചതാ.
ഇതൊന്നല്ല guys, ഞാൻ പറഞ്ഞുതരാം സത്യാവസ്ഥ. ഇവൻ പക്കം എടാ എന്റെ മോന്ത ഇങ്ങനെയാടാ ഇരിക്കുന്നത്. ലൈവ് വായിക്കുമ്പോ ഇങ്ങനെ ഇരിക്കുന്നത്. കുറച്ച് സ്റ്റാൻഡേർഡിൽ ഇരിക്കട്ടെ. ഇതെന്താ ഇങ്ങനെ പോവാത്ത? സാധാരണ ഇങ്ങനെ പോകുന്നതാണല്ലോ. ഞാൻ എന്റെ നോക്കട്ടെ. തീർന്നോ? ഇങ്ങനെ ഇരിക്കുക. നിങ്ങൾ എന്തെങ്കിലും പറയൂ. ഇടക്കൊക്കെ എന്റെ DM നോക്കണം കേട്ടോ. അതാരാ? ഐ ആം പ്രോട്ടോൺ. ഗേളാണോ? ഗേളാണെങ്കിൽ നോക്കാം. അയ്യോ ഞാൻ ഇൻട്രോവേർട്ടാ, സോറി. ഞാൻ മെസ്സേജ് റിപ്ലൈ ചെയ്യില്ല. സോറി അഭിഷേക് ഇല്ലടാ, ഞാൻ നോക്കൂലടാ. നിങ്ങളുടെ ഷോർട്സ് പൊളിയാണ്. പിന്നല്ല. ബാക്കിൽ നിൽക്കുന്ന തെണ്ടി ഏതാ? അഞ്ജന. ബാക്കിൽ നിൽക്കുന്ന തെണ്ടി ഫ്രണ്ട് ആണോ? തെണ്ടി എന്നല്ല ചേട്ടനേതാണോ ചോദിക്കുന്നത്. ഒരെണ്ണം അടിക്കുന്നു. അതാരാ വെച്ചാ? അതാരെ? എവിടെ എവിടെ സാധനം? അരിപ്പൊടി ഇട്ടപ്പോൾ കുറച്ചുകൂടി സെറ്റായി. എടാ ഒരു മേക്കപ്പ് ഇല്ലടാ അതില്. ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നു വിചാരിച്ച് പോയതാ. എനിക്ക് മേക്കപ്പ് തന്നില്ലടാ. ഞങ്ങൾക്കില്ലായിരുന്നു മേക്കപ്പ്. സത്യം ടച്ചപ്പ് പോലും ചെയ്തില്ല. ഈ ഇന്റർവ്യൂ കാണുന്നതാണ് യഥാർത്ഥ ബിജി. അയ്യോ ഇപ്പൊ ലൈവ് ക്യാൻസലായനെ. ഗൈസ് ഇങ്ങനെ ഇരുന്നിട്ട് നടുവേന എടുക്കുന്നുണ്ട്. അത് നിങ്ങൾ ആരും ഒന്നും പറയുന്നില്ലടാ. നിങ്ങൾ കുറെ പേര് ജോയിൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കുറെ പേര് ഹായ് പോയി. ഇനിയൊക്കെ ആരെങ്കിലും ഫോളോ യാടില്ലെങ്കിൽ ഒരു ഹായ് തരുമോ? ഹായ് ബ്രോ, ഹായ് ബ്രോ. അയ്യോ അതാരായിരുന്നു പേര്? മെന്റൽ ജാഗർ. അഞ്ജു ഹായ് ചേട്ടാ. ഹായ് 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 ഹായ്. ഡഫോഡിൽസ് ഹായ് തരുമോ? ഹായ് ഡഫോഡിൽസ്. ഞാൻ ഇംഗ്ലീഷ് ഒന്നും പഠിപ്പിക്കണ്ട, ഇറങ്ങിപ്പോടാ. ലോങ് വീഡിയോസ് ഇടുമോ ബ്രോ? ബ്രോ ലോങ് വീഡിയോസ് യൂട്യൂബില് ചെറുതായിട്ട് അങ്ങനെ ഇടുന്നില്ല, എന്നാലും ഇടാൻ ശ്രമിക്കാം. ഇനി ഷോർട്സിലാണ് മെയിൻ. അമൃതയുടെ സൗണ്ടിൽ സംസാരിക്കണോ? ഇനി അടുത്ത ഇന്റർവ്യൂ ഉടനെ കാണുമെന്ന്. ഒരു ഇന്റർവ്യൂ ഉണ്ട്, അത് അവര് അപ്ലോഡ് ചെയ്താല് ഞാൻ സെറ്റ് ചെയ്ത് തരാം. അപ്ലോഡ് ടിക്ടോക്കിൽ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ടാണ്. ഇവനെ ഇവിടെ നിന്ന് എവിടുന്നോ കിട്ടിയത്. പോടാ നീ ഏതാടാ? നീ ഇറങ്ങി പോടാ. കുറച്ചുകൂടി കഴിയുമ്പോ ഗുരുജിനെ ഓർമ്മയുണ്ടോ? ടിക്ടോക്ക് യൂട്യൂബിൽ വീഡിയോ കണ്ടു, അടിപൊളി. താങ്ക് യു ബ്രോ, താങ്ക് യു ബ്രോ. ലോങ് വീഡിയോ നൈസ് ആയിരിക്കും ബ്രോ. ചെയ്യും ബ്രോ. ബ്രോ ലോങ് വീഡിയോ ആയാൽ നിങ്ങൾക്ക് കുറച്ച് ബോറടിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് അധികം ലോങ് ആക്കാത്ത. നിങ്ങളുടെ വീഡിയോസ് എല്ലാം പൊളിയാ. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു, ഒരുപാട് താങ്ക്സ് ബ്രോ. നീതുമോൾ എവിടെയായിരുന്നു? നീതുമോള് വീട്ടിലുണ്ട്, പക്ഷെ കുറച്ച് ബിസി, അതുകൊണ്ട് ലൈവില് വരാൻ പറ്റത്തില്ല. ഹെയർ സ്റ്റൈൽ അടിപൊളി. കളറുണ്ടോ? കളറുണ്ടോ ഗൈസ്? ഞാൻ ഇങ്ങനെ കമന്റ് വായിക്കാം. നിങ്ങളെല്ലാരും കളർ ഞാൻ ഇങ്ങനെ കമന്റ് വായിക്കാം. നീതുമോൾ എവിടെ? നീതുവള ആഡ് ചെയ്യാൻ പറയുന്നുണ്ട് നീതുവളുടെ ഫാൻസ്, പക്ഷെ ബിസിയാണ് ഗൈസ്, കുറച്ച് ബിസിയാണ്. ഞാൻ ചോദിച്ചായിരുന്നു ലൈവ് വരുന്നുണ്ട് കയറുന്നുണ്ടോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പൊ ഇല്ല, ബിസിയാന്ന് പറഞ്ഞായിരുന്നു. എന്തോ തിരക്കാം.
നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ ഒരാശ്വാസം. താങ്ക് യു ഗൈസ്. നിങ്ങൾക്ക് വിഷമിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ വീഡിയോസ് കാണുക, കുറച്ചും കൂടി വിഷമം കൂട്ടുക. ഒരു ഹായ് തരുമോ? ഹായ് ഹായ്. ഞാൻ പേര് വായിക്കുന്നില്ല അല്ലേ? സിറ്റി ഗേൾ ചേട്ടന് നീതുമോളും പൊളിയാ. താങ്ക് യു താങ്ക് യു താങ്ക് യു. ദിയ മെഹറസ് ഫുഡ് കഴിച്ചോ? ഫുഡ് കഴിച്ചില്ല. ഹെയർ കളേർഡ് ആണോ? കുറച്ച് കളറ് കളർ ഞാൻ ഇവിടെയൊക്കെ ആക്കാൻ പറഞ്ഞു. അവൻ ഇച്ചിരി ആക്കി തന്നോളൂ. ശ്രീലക്ഷ്മി ഹായ്. ഡാഫോഡിൽസ് ഹായ്. ഒരു ഹായ് തരുമോ? ഹായ് 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 ഹായ്. അതല്ലടാ ഞാൻ വായിച്ചത്. ചേട്ടന്റെ ഫ്രണ്ട് ലുക്കാണല്ലോ ഒന്നും. പിന്നെ അല്ല എന്താ പോന്നെ. ഇവനെ ഏതെങ്കിലും സിനിമ ആദർശ് ശിവദാസ. സത്യം പറയടാ, നിന്റെ ഫ്രണ്ട് അല്ലേ? സത്യം പറയടാ, നീ ഇപ്പൊ കമന്റ് ചെയ്യാൻ പറഞ്ഞത് ആദർശ് ആദർശ് ശിവദാസ്. എന്താ നിന്റെ ഫ്രണ്ട് അല്ലേ? ഹലോ ആശാനെ. ഹലോ ലൈവിലാ. ഞാൻ വിളിക്കാം. അമ്മച്ചി വേഷം പൊളിയാണ്. താങ്ക് യു ബ്രോ. താങ്ക് യു താങ്ക് യു താങ്ക് യു. പെൻസിൽ മമ്മി. ചേട്ടാ അതെല്ലാം ക്യാരക്ടറിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമ്മൾ നല്ലൊരു നടനാവുന്നത്. ഇന്റർവ്യൂ സൂപ്പർ ബ്രോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്ര ഫണ്ണാക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, കാണുമ്പോൾ നിങ്ങൾക്ക് നോർമൽ ഒരു ഇന്റർവ്യൂ ആയിട്ട് തോന്നും അല്ലേ? അത്യാവശ്യം ഫണ്ടൊക്കെ ഉണ്ട്. അവിടെ ഭയങ്കര ഫണ്ടായിരുന്നു. അത്യാവശ്യം ഫണ്ടുണ്ടെന്ന് മാത്രമേ പറയാവൂ. ഞാൻ സിംപ്ലിസിറ്റി കാണിക്കും, നീ പൊക്കി പറയണം. ഓ അങ്ങനെ പുറകിലിരിക്കുന്ന ചേട്ടന് ഒരു മണ്ടനാണ് സത്യം. പുറകിലിരിക്കുന്ന ചേട്ടനൊരു പൊളിയാന്നാടാ പറഞ്ഞത്. എന്താ ലൈവിൽ പരിപാടി ചെയ്യുന്നു? ചുമ്മാ ബ്രോ, ചുമ്മാ ഇരിക്കാം. പുറകിലത്തെ ചേട്ടൻ ആരാണ്? ഗൈസ് ഫ്രണ്ടാണ്. നിന്നെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. ഇത് നീ ഇത് പറയുന്ന കേട്ടാല് മറ്റേ എന്റെ പേര് സൂര്യ എന്നാണ്, ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത്, എന്റെ ഫോൺ നമ്പർ, എനിക്ക് ലവർ ഇല്ല. അത് നീ എല്ലായിടത്തും പോയി പറയുന്നുണ്ടല്ലോ. നീ പറഞ്ഞു കൊടുക്കാറാണ്, നീ പറയണ്ടേ, ഞാനല്ലോ. ചേട്ടന്റെ അടുത്തിരിക്കുന്ന ചേട്ടന്റെ നെയിം എന്താന്ന് പറഞ്ഞ? സൂര്യ സംഗീത് എന്നാണ് പേര്. ഫോട പൊട്ടന്മാര്. മസ്താനിയെ പറ്റി പറയാം. അത് നല്ല ക്വസ്റ്റ്യനാ ഗൈസ്. മസ്താനി പാവ. നമ്മള് എല്ലാരും ട്രോളുന്ന പോലെ അങ്ങനെയൊന്നും അല്ല. മസ്താനി പാവ ഒരു കുട്ടിയാണ്. എല്ലാരും കമന്റ്സിലൊക്കെ നെഗറ്റീവ് ഒക്കെ ഇടുന്നുണ്ട് മസ്താനിയെ കുറിച്ച്. പക്ഷെ പാവം കുട്ടിയാണ്, പാവമാണ്. നമ്മൾ അടുത്തറിയുമ്പോഴാണ് പലരും പാവമെന്ന് മനസ്സിലാവും. എവിടെ ഇപ്പോൾ? ഇവിടെ എറണാകുളമാണ് ഗൈസ്. എറണാകുളം. അതായി നീതി ചേച്ചിയെ ലൈവിൽ കയറ്റാൻ പറ്റൂലേന്ന്. നീതി ചേച്ചി അതാ ഞാൻ പറഞ്ഞത്, എന്താ ബിസിയാണെന്ന്. ഇച്ചിരി ബിസി ആയി പോയി. എടാ നേരത്തെ എന്തോ കമന്റ് വന്നടാ, വലിയ എന്തോ കമന്റ് വന്നു. വലിയൊരു കമന്റ് ആയിരുന്നു ഗൈസ്. കമന്റിന്റെ സ്പീഡ് കൂടുന്നുണ്ട് ഗൈസ്. നിങ്ങൾ എന്തെങ്കിലും പറയൂ ഗൈസ്. ഞാൻ കമന്റ് വായിക്കുന്നില്ല, എന്നിട്ട് അവരോട് കമന്റ് ചെയ്യാൻ പറയുന്നു. ബിഗ് സ്ക്രീനിൽ കാണാൻ ചാൻസ് ഉണ്ടോന്ന്? അത് നല്ല ക്വസ്റ്റ്യനാണ്. അത് ബിഗ് സ്ക്രീനിൽ എനിക്ക് അഭിനയിക്കാനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ ഒരു സ്ക്രിപ്റ്റിങ്ങിന്റെ പരിപാടിയുണ്ട്, ഒരു നല്ലൊരു, അത് പുറത്ത് പറയുന്ന ഒരു നല്ലൊരു സ്ക്രിപ്റ്റ് ചെയ്യുന്നുണ്ട് ഗൈസ്. പ്ലാനിങ്ങിലാണ്.
ഫ്രണ്ടുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ഫ്രണ്ട് അല്ല, വേറെ ഫ്രണ്ട്. ഞാനിവിടെ സമാധാനമായിട്ട് ഇവനല്ല, വേറെ ഫ്രണ്ട്, വേറെ വലിയ നല്ല ഫ്രണ്ട്. പക്ഷെ അവൻ നോക്കുന്നില്ല, എന്നെ മൈൻഡ് ചെയ്യുന്നില്ല. നീ പോടാ, നീ നിന്റെ സ്ക്രിപ്റ്റും പോടാ. ഒരു പ്ലാനിങ് ഉണ്ട്, അറിയില്ല. നമ്മള് എന്തെങ്കിലുമൊക്കെ സെറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റും അല്ലേ? പറയാനായിട്ടില്ല ശരിക്കും. എറണാകുളത്ത് എവിടാ ചേട്ടാ? ഇതെവിടെ? കാക്കനാട്. ബിഗ് ബോസിൽ പോകാൻ താല്പര്യമുണ്ടോ? എനിക്ക് പോകാൻ താല്പര്യമുണ്ട്. പക്ഷെ എന്താ ആ ട്രോഫി അടിക്കണം എന്നൊന്നും വലിയ താല്പര്യമില്ല. ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ്. വിന്നർ ആവണമെന്ന് താല്പര്യമില്ല. വിന്നർ ആവൂല ഞാൻ. എനിക്ക് ഒരാഴ്ചയൊക്കെ നിന്നിട്ട് വരണമെന്നുണ്ട്. എന്താണ് ഒരു എക്സ്പീരിയൻസ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇത്രയേ ഉള്ളൂ. അത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. വെറൈറ്റി ക്വസ്റ്റ്യൻ ചോദിക്കൂ ഗൈസ്. എനിക്ക് നടുവേന എടുക്കുന്നത്, അതാണ് ഞാൻ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നത്. ഓ, ഞാൻ നേരത്തെ ഇങ്ങനെ ഇരുന്നിട്ടാ വായിച്ചു. അതൊന്നും കുഴപ്പമില്ല, ഇങ്ങനെ